തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതൊരു പരസ്യ ബോർഡിലെ വാചകം പോലെ തോന്നാം. എന്നാൽ ഈ ആഹ്വാനം നോയമ്പിന്റെ സമാപന വേദിയിൽ ഉയർത്തി നാട്ടിക്കൊണ്ടാണ് ഓശാന പെരുന്നാൾ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഓശാനയുടെ പശ്ചാത്തലം ചുരുക്കമായി നമുക്കൊന്ന് നോക്കാം. മരിച്ച് 4 ദിവസമായി അഴുകി നാറ്റം വെച്ചു തുടങ്ങിയ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച വാർത്ത ലോകമൊക്കെയിലുമുള്ള യഹൂദ ജനതയിൽ വിസ്മയം ഉളവാക്കിയിരുന്നു. യേശുവിനെ കുറിച്ചുള്ള മറ്റ് അതിശയിപ്പിക്കുന്ന വാർത്തകളേക്കാൾ ഈ വാർത്ത ജനത്തെ ആവേശഭരിതരാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പെസഹ പെരുന്നാളിൽ അഭൂതപൂർവമായ ജനക്കൂട്ടം യെരുശലേമിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. മരിച്ചുവരുന്ന ഉയർപ്പിക്കപ്പെട്ട ലാസറിനെ കാണുക, ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിനെ ആദരിക്കുക എല്ലാം ജനത്തിന്റെ ആവേശമായിരുന്നു. ജനത്തിന്റെ ആവേശ അതിരേകത്തിന് മുൻപിൽ യഹൂദ പ്രമാണിമാർ പോലും നിസ്സഹായരും നിഷ്പ്രഭന്മാരുമായി മാറുന്ന കാഴ്ച അവരുടെ വാക്കുകൾ തന്നെ നിഴലിച്ച് നാം കാണുന്നുണ്ട്. ജനമെല്ലാം അവന്റെ പിന്നാലെ ആയിപ്പോയി, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. യോഹന്നാൻ 12:19 അവർ വിലപിക്കുകയാണ്. യെരുശലേം മുഴുവൻ ക്രിസ്തുവും അവനെ സ്നേഹിക്കുന്നവരും കീഴടക്കിയിരിക്കുന്നു. ഒരാഘോഷത്തിനും വരവേൽപ്പിനും നിന്നു കൊടുക്കാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ കർത്താവ് ഈ ആഘോഷത്തിന് സ്വയം അനുവാദം നൽകുന്നു. കാരണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഖറിയ പ്രവാചകൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനം പൂർത്തിയാകേണ്ടത് ആവശ്യമായിരുന്നു. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്നത് സഖറിയ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനമാണ്. താൻ ലോകരക്ഷകനായ ക്രിസ്തുവാണെന്ന് യഹൂദ ജനതയെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു ഈ വരവേൽപ്പിന് കർത്താവിനെ പ്രേരിപ്പിച്ച ഘടകം. എന്നാൽ പൊതുജനം റോമ സാമ്രാജ്യത്വത്തിൻ്റെയും യഹൂദ മതമേധാവിത്വത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുവാനുള്ള വിമോചന നായകനായിട്ടാണ് യേശുവിനെ കണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ രക്ഷിക്കുക എന്ന അർത്ഥമുള്ള ഓശാന എന്ന മുദ്രാവാക്യമായി അവനെ എതിരേറ്റത്. ജനത്തിൻ്റെ മനസ്സിലെ ചിന്തയും യേശുവിൻ്റെ മനസ്സിലെ ചിന്തയും തമ്മിലുള്ള പൊരുത്തമില്ലായ്മ ഈ ആഘോഷത്തിലെ ഒരു വൈരുദ്ധ്യമായി നമുക്ക് കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നായി രൂപാന്തരപ്പെട്ട് നമ്മുടെ ആഘോഷങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോഴാണ് ആത്മീയത അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നിറയുന്നത്. നിന്തൊരു മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി, നിന്തൊരു മനഗുണം അതിനാലെ എനിക്ക് നീ മനഗുണം ചെയ്യണമേ എന്ന് നമ്മൾ സൂത്താറയിൽ പാടുന്നുണ്ടല്ലോ. രണ്ടാമത്, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന ആഹ്വാനമാണ്. ഇത് ലൂക്കോസിൻ്റെയും മർക്കോസിൻ്റെയും സുവിശേഷങ്ങളാണ് പ്രധാനമായി നമ്മൾ കാണുന്നത്. അത്തരമൊരു കഴുതക്കുട്ടിയെ യെരുശലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരു ഭവനത്തിൽ പ്രത്യേകമായി കർത്താവിന് വേണ്ടി വളർത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമായ വിഷയമാണ്. അതിനെ അഴിക്കുവാൻ ചെല്ലുമ്പോൾ പറയേണ്ട മറുപടി വരെ ആ വീട്ടുകാരനും കർത്താവും തമ്മിൽ നേരത്തെ പറഞ്ഞൊത്തിരുന്നു. എത്രമാത്രം ഹൃദയബന്ധം കർത്താവും ആ വീട്ടുകാരനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ അത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി നമ്മുടെ താഴ്മയും വിനയവുമുള്ള മനസ്സാണ്. നാം എത്ര ശ്രമിച്ചാലും നമ്മുടെ വരുതിയിലാകാതെ വഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണല്ലോ നാം മുഖേന ചുമന്നുകൊണ്ട് നടക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ നോട്ടമോ എങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ പോലും അവർക്കെതിരെ പ്രതികാരദാഹത്തോടെ നമ്മുടെ മനസ്സ് കത്തിജ്വലിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യാറില്ലേ? ഇവിടെയാണ് സാത്താൻ അധിനിവേശം നടത്തി അവൻ കയറിയിരുന്ന് വിഹരിക്കുന്ന കഴുതയാണ് നമ്മുടെ മനസ്സെന്ന് നാം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് സാത്താന് വഴങ്ങാത്ത മനസ്സിനെ ആവശ്യപ്പെടുന്നത്. അത്തരം സംശുദ്ധമായ മനസ്സിലൂടെ മാത്രമേ കർത്താവ് നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്രകാരം കടന്നു വരുന്ന കർത്താവിന് നമ്മെ ഓരോരുത്തരെയും ആവശ്യമുണ്ട്. കർത്താവിൻ്റെ പകരക്കാരായി ഈ ലോകത്തിൽ കർത്താവ് നിർവഹിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ രീതിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ ഓശാന അർത്ഥപൂർണമാവുകയുള്ളൂ. എന്നാൽ അതിനു പകരം ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മതത്തിൻ്റെ ചട്ടക്കൂടിന് ഉള്ളിലും ഉരുക്ക് മുഷ്ടികൾക്കുള്ളിലും കെട്ടപ്പെട്ടവനായി ദൈവത്തെ ബോധപൂർവം മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാ മതവിഭാഗങ്ങളിലും നാം കാണുന്ന ആത്മീയ ദുഷ്പ്രഭുത്വത്തിൻ്റെ കാഴ്ചയാണ്. അതുതന്നെയാണ് ആധുനിക മതസമൂഹം നേരിടുന്ന എല്ലാ അപജയങ്ങളുടെയും കാരണവും.
മൂന്നാമത്, കർത്താവിനെ എതിരേറ്റ ജനം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ അഴിച്ച് വിരിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ടല്ലോ. വസ്ത്രങ്ങൾ ഈ ലോകം നമുക്ക് ചാർത്തിത്തരുന്ന ചില സ്ഥാനമാനങ്ങളുടെ പ്രൗഢി വെളിപ്പെടുത്തുന്ന ചിഹ്നങ്ങളാണ്. പുരോഹിതന്റെ വേഷം, അധ്യാപകന്റെ വേഷം, വക്കീലിന്റെ വേഷം, ഡോക്ടറുടെ വേഷം, പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വേഷം, രാഷ്ട്രീയക്കാരുടെ വേഷം തുടങ്ങി പലതരത്തിലുള്ള വേഷങ്ങളും വസ്ത്രങ്ങളും നാം കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം പ്രത്യേക ചില ആദരവുകൾ നേടിത്തരുന്ന ഉപാധികളാണ്, വേഷവിധാനങ്ങളാണ്. ഇത്തരം ബാഹ്യ പ്രൗഢികളെല്ലാം കർത്താവിന് മുൻപിൽ അഴിച്ചു വെച്ച് നമ്മെ നാമായി തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ സമർപ്പണം പൂർണ്ണമാകുന്നത്, ഓശാനയുടെ സ്വീകരണം അർത്ഥമുള്ളതും ആയിത്തീരുന്നത്. ദാവീദ് പുത്രന് ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ആർപ്പുവിളിയോടെയാണ് ജനം കർത്താവിനെ സ്വീകരിക്കുന്നത്. ഇവൻ ദാവീദിന്റെ പുത്രനാണെന്നും കർത്താവിന്റെ നാമത്തിൽ വന്നവനാണെന്നും വാഴ്ത്തപ്പെടലിന് അർഹനാണെന്നും ജനം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഏറ്റു പറയുകയാണ്. ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ നിന്ന് കർത്താവിന് ഓശാന പാടുവാനും അവനെ സാക്ഷിക്കുവാനും അവന്റെ സാക്ഷികളാകുവാനും നമുക്ക് ഇടയാകട്ടെ. ഓശാന അർത്ഥപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.